ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തൃശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് വന്ന കേസ് ഓർഡറിന്റെ അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് സുധാ മാമിന്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് നമ്പർ 3C ഐറ്റം നമ്പർ 9 9 പരിഗണിച്ചത്. ഇന്ന് ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെന്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ റിനൗണ്ട് അഡ്വക്കേറ്റ് മനോജ് ജോസ് സാർ ആയിരുന്നു. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസന്റ് ആയിരുന്നു. അതുപോലെ ഇംപ്ലീറ്റ്മെന്റിന് വേണ്ടി കക്ഷി ചേരുവാൻ വേണ്ടി വന്ന അവരുടെ അഡ്വക്കേറ്റ് റസീഖ് അഹമ്മദ് പ്രസന്റ് ആയിരുന്നു. അപ്പോൾ ഇനി കേസ് അപ്ഡേറ്റിലേക്ക് വരാം. ഇന്ന് കേസ് വിളിച്ചപ്പോൾ തന്നെ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാർ 2-3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റേസ് ചെയ്തായിരുന്നു. ഒന്ന്, ഓൾറെഡി 14th മാർച്ചിൽ ജസ്റ്റിസ് ജയചന്ദ്രൻ സാറിന്റെ ബെഞ്ചിൽ നിന്ന് സെയിൽ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഡയറക്ഷൻ ഇന്ററിം ഓർഡർ ഓൾറെഡി വന്നിരിക്കുകയാണ്. എന്നാൽ തന്നെയും ബഹുമാനപ്പെട്ട കോമ്പറ്റന്റ് അതോറിറ്റി പബ്ലിക് ഓപ്ഷൻ നടപ്പിലാക്കാം എന്നുള്ളൊരു ഡയറക്ഷനുമായിട്ട് മുന്നോട്ടുള്ള സ്റ്റെപ്സുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പരാമർശം അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് റേസ് ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് സുധാ മാം പറഞ്ഞു, സെയിൽ പ്രോസസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ അവിടെ പബ്ലിക് ഓപ്ഷനും അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പബ്ലിക് ഓപ്ഷനും അവിടെ നടത്തുവാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ സെയിൽ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പബ്ലിക് ഓപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ന്യൂ സ്റ്റെപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ന്യൂ അറ്റാച്ച്മെന്റ്സ് അങ്ങനെ ഒന്നും നടത്താൻ വേണ്ടി പറ്റത്തില്ല ടിൽ ദർ ഇസ് എ ഫർദർ ഡയറക്ഷൻ ഫ്രം ദിസ് ഓണറബിൾ ബെഞ്ച് എന്നാണ് അവിടെ ജസ്റ്റിസ് സുധാ മാം റേസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കി ഫർദർ ഹിയറിംഗ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ബാക്കിയുള്ള സ്റ്റെപ്സുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്നുള്ള ക്ലിയർ കട്ട് ഡയറക്ഷനാണ് ഇപ്പോൾ ജസ്റ്റിസ് സുധാ മാം ഇപ്പോൾ റേസ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ പോയിന്റ്സ് ഒക്കെ റേസ് ചെയ്തായിരുന്നു. അവർ പറഞ്ഞു ഇത് ഓൾറെഡി പ്രൊവിഷൻ അറ്റാച്ച്മെന്റ് കഴിഞ്ഞു, പിന്നെ ആ അറ്റാച്ച്മെന്റിനെ ആബ്സല്യൂട്ട് ആക്കിയ സ്റ്റേജ് ആണ്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ, ലെറ്റ് ദിസ് ബെഞ്ച് കൺസിഡർ ദ മെറിറ്റ്സ് ഓഫ് ദിസ് കേസ് എന്നുള്ള ഒരു ഡയറക്ഷനാണ് ഇപ്പോൾ ജസ്റ്റിസ് സുധാ മാം ഇപ്പോൾ റേസ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് വേറെ 1-2 കാര്യങ്ങളും കൂടെ റേസ് ചെയ്തായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഓൾറെഡി നാം ഏവർക്കും അവെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബഹുമാനപ്പെട്ട കോമ്പറ്റന്റ് അതോറിറ്റി വീണ്ടും 2ാമത് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് ജൂൺ 21 2024 കഴിഞ്ഞ വർഷം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രഷ് പ്രൊസീഡിംഗ് ആണോ, ഇതൊരു റീയൂഷ്യൽ ഓർഡർ ആണോ, ഈ ഒരു കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അതിന്റെയൊക്കെ ടോട്ടൽ വയലേഷൻ ഓഫ് ബഡ്സ് ആക്ടിന്റെ പല പ്രൊവിഷൻസും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് കോമ്പറ്റന്റ് അതോറിറ്റി കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമോ അവിടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുധാ മാമിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇതിന്റെ ടോട്ടൽ ലയബിലിറ്റി ലിസ്റ്റ് എത്രയാണ്, ഇതിന്റെ അത്ര ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പല കാര്യങ്ങളും കോമ്പറ്റന്റ് അതോറിറ്റി ആ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുധാ മാമിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ സുധാ മാം ഇപ്പോൾ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ ബെഞ്ചിൽ നിന്ന് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ, ബാക്കി ഫർദർ സ്റ്റെപ്സിന്റെ ക്ലിയർ കട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ വേറെ ഒരു സ്റ്റെപ്സും കോമ്പറ്റന്റ് അതോറിറ്റിക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം ഡയറക്ഷൻ വെച്ചിരിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ററിം ഓർഡർ സെയിൽ നടത്താൻ വേണ്ടി പാടില്ല, ബാക്കിയുള്ള പ്രോസസ്സുമായിട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള ഓർഡർ ഇപ്പോൾ അടുത്ത കേസ് ഇപ്പോൾ ഹിയറിംഗിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 2 സോ മെമ്പേഴ്സിനെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ സെഷൻ നടത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.